ആ ഭൂമിയിൽ നിന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകേണ്ട അവസ്ഥയുണ്ട് മറ്റു മതസ്ഥർ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സ്ഥലം വിറ്റ് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തിന്റെ മാത്രമായി അയോധ്യയിൽ ഈ കൂട്ടർ മതി, ഞങ്ങൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കലാണ്, അങ്ങനെയല്ല. തെറ്റിദ്ധരിപ്പിക്കലാണ്, അങ്ങനെയല്ല. ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിലിൽ അയോധ്യയിൽ മുഴുവൻ യാത്ര ചെയ്തതാണ്. അപ്പോൾ അവിടെ മുസ്ലിംസ് പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ, അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അത് രാമജന്മഭൂമി എന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തു വരികയാണ്. അപ്പോൾ 2031 വരെയുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്, 2047 വരെയുള്ള വിഷൻ അയോധ്യയുണ്ട്. അതെന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിന് മാത്രമായുള്ളതല്ല. അവിടെ നിന്ന് മുസ്ലിംസ് മുഴുവനായും ഒഴിഞ്ഞുപോയി എന്ന് പറയുന്നത് തെറ്റായ ഒരു ഫോൾസ് നെറേറ്റീവാണ്. അങ്ങനെയല്ല അവിടുത്തെ വസ്തുത. അവിടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന്, ഇവിടെ ദേശീയപാത വികസനം, എന്തെല്ലാം കാര്യങ്ങൾക്ക് എത്രമാത്രം ഭൂമി തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു തർക്കവും ഉണ്ടാകാതെ കൃത്യമായി വില നൽകിക്കൊണ്ട് തന്നെയാണ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ ആർക്കും പുനരധിവാസം കിട്ടാതെ ഇരുന്നിട്ടില്ല. ആർക്കും വീട് വിട്ട് അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അയോധ്യയിൽ നടക്കുന്ന യാഥാർത്ഥ്യം ഇതാണ്. അല്ലാതെ നമ്മൾ പ്രസംഗത്തിൽ, മോദിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ ഇവിടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു വാചകം ചൂണ്ടിക്കാണിക്കാം. വികസനത്തെ പറ്റി പറയുന്നത് എല്ലാവരുടെയും പ്രധാനമന്ത്രിയല്ലേ. എന്റെ പ്രധാനമന്ത്രിയെ ഞാൻ നരേന്ദ്രമോദിയെ കാണാൻ കാരണം ഞാൻ പറയട്ടെ അദ്ദേഹം പറയുന്നത് എന്താണ്? മാഡം, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ പറയാനുള്ള കാരണം, ക്യാമ്പയിൻ ഫോർ മേക്കിംഗ് ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി, ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 140 കോടി ഇന്ത്യക്കാരുടെയും പ്രധാനമന്ത്രിയായി തന്നെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ BJP യോ നേരിട്ട് പോയല്ല അവിടെ രാമക്ഷേത്രം പണിയുന്നത്. ട്രസ്റ്റ് ചെയ്യട്ടെ. അവിടെ എന്തിനാണ് പ്രധാനമന്ത്രി? അല്ല, പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ അവിടെ പോകാതെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ്. അത് അവകാശവാദം ഉന്നയിക്കുന്നു. അതാണ് ചെയ്തിട്ടുള്ളത്. സുജയ, ഒരു പിൽഗ്രിം സെന്ററിന്റെ ഇനാഗുറേഷന് നരേന്ദ്രമോദി പോണോ വേണ്ടോ എന്നുള്ളത് മോദിയുടെ ചോയ്സാണ്. നമ്മൾ നേരത്തെ ഇവിടെ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് രാജേന്ദ്ര പ്രസാദ് പോകുന്നത്, അതിനെ എങ്ങനെയാണ് നെഹ്റു വിലക്കിയത്, പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് നെഹ്റു പിന്നീട് അതിലേക്ക് പോകുന്നില്ല, അദ്ദേഹം രാജേന്ദ്ര പ്രസാദ് പോകുന്നുണ്ട് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ. അതിലല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളെയും കുറിച്ചും ഒരു പ്രസ്താവന നടത്തുകയാണ്. എവിടെ? എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യാൻ വന്ന നരേന്ദ്രമോദി. അത് രണ്ടും പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് നോട്ട് എ ഹിന്ദു പ്രോപ്പർട്ടി. അത് പബ്ലിക് പ്രോപ്പർട്ടിയാണെന്ന് മാത്രമല്ല, ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? രാമക്ഷേത്രത്തിലേക്കാണ്. നോ സാർ, ഇന്ത്യൻ റെയിൽവേ പബ്ലിക് പ്രോപ്പർട്ടി. ഭാഗമായാണ് അത് വരുന്നത്. 14% മുസ്ലിങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് അയോധ്യ ജില്ല. ഇതുവരെ ഫൈസാബാദ് നേരത്തെ അവരാരും അവിടെ നിന്ന് ഓടിപ്പോയിട്ടില്ല. റോയിട്ടേഴ്സിന്റെ ഒരു 20-ാം തീയതി വന്നൊരു റിപ്പോർട്ട് ഞാൻ പരിശോധിക്കായിരുന്നു. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? സം മുസ്ലിംസ് അറൌണ്ട് മേജർ ഇന്ത്യ ടെമ്പിൾ ഫിയർഫുൾ ഹെഡ് ഓഫ് ഓപ്പണിംഗ് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈറ്റുകൾ വെച്ചാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 20-ാം തീയതി, ലൈക്ക് മെനി അതർ മുസ്ലിംസ്, ഇന്ത്യൻ ടൈലർ സൈഫ് മുഹമ്മദ് പ്ലാൻസ് ടു സെൻഡ് ഹിസ് വൈഫ് ആൻഡ് 2 sons away. ഈ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി 22-ാം തീയതി വരുന്നതിന് മുമ്പ് ആളുകളെ ആ ക്ഷേത്ര നഗരിയിൽ നിന്ന് ബന്ധുക്കളെ പുറത്തേക്ക് അയക്കുകയാണ്. ഭയന്നുകൊണ്ട് അയക്കുന്നു. അത് ഒന്നോ രണ്ടോ പേര്, ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ ഒരു പ്രതികരണം വെച്ച് അവിടുത്തെ ജനസമൂഹത്തിന്റെ വികാരം അതാണ്. അതെ, മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം സുജയ്ക്ക് ഇടപെടാം. ഞാൻ പറയുന്നത് റോയിട്ടേഴ്സിനെ അധികരിച്ചുകൊണ്ടാണ്. മറിച്ച് തെളിയിക്കാൻ സുജയുടെ കയ്യിൽ ഏത് സ്ഥാപനത്തിന്റെ ഏജൻസിയുടെ ഡോക്യുമെന്റ് ആണുള്ളതെന്ന് വെച്ചാൽ സുജയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ റോയിട്ടർ ഏജൻസിയിൽ പറയുന്നത് എന്താണ്? ഏകദേശം അയോധ്യ ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ് ഇസ് ഹോം ടു 3 million people, including 5,000 മുസ്ലിംസ് എന്നുള്ളത്, 50,000 മുസ്ലിംസ് എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും സമർപ്പിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും രാമജ്യോതി തെളിയിക്കണമെന്ന് പറയുന്നത് മതേതരത്വത്തിന് അനുകൂലമാവുന്നത് എങ്ങനെയാണെന്ന് സുജി ഒന്ന് വിശദീകരിച്ചാൽ മതി. ദിസ് ഈസ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതാണ് പ്രധാനമന്ത്രിക്ക് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിനോ. ഞാൻ ഇതിനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ പർട്ടിക്കുലർ തിങ്ങിന് എനിക്ക് തിരിച്ച് മറുപടി പറയാമല്ലോ. അതായത് താങ്കൾ ഇപ്പോൾ റോയിട്ടേഴ്സിന്റെ കഴിഞ്ഞ വീക്കിലെ, അതായത് ലാസ്റ്റ് വീക്ക് റിപ്പോർട്ടാണ് കോട്ട് ചെയ്തത്. ഞാനത് കണ്ടിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു കാര്യം തിരിച്ചു പറഞ്ഞു തരാം. അതായത് ഷപ്ന
ഷബ്നം എന്ന് പറയുന്ന മുംബൈയിൽ നിന്നുള്ള മുസ്ലിം വുമൺ, അത് റിപ്പോർട്ട് ചെയ്യുന്നത് NDTV ആണ്. 1425 കിലോമീറ്റർ കാൽനടയായ അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന ഷബ്നത്തിന്റെ ബൈറ്റ് ഇവിടെയുണ്ട്. ഷബ്നത്തിനൊപ്പം രമൻരാജ് ശർമ്മയും വിമൻ പാണ്ഡെയും അടക്കമുള്ളവർ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഷബ്നം പോകുന്നത് നിങ്ങൾക്ക് വിഷയമല്ല, ഷബ്നം പോകുന്നത് നിങ്ങൾക്ക് വിഷയമല്ല, അത് നിങ്ങൾ പറയില്ല. ഞാൻ ആ നിഷ്കളങ്കതയിൽ നിഷ്കളങ്കതയിലല്ല ഞാൻ ചോദിക്കുന്നത്. 1425 കിലോമീറ്റർ കാൽനടയായ ഒരാൾ പോകുന്നത് പറയാതിരിക്കുന്നത്. നിഷ്കളങ്കതയിൽ എനിക്ക് അഭിമാനവുമുണ്ട്. പക്ഷേ ആ നിഷ്കളങ്കത ചെയ്യുന്നത് എന്താണ്? പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ ഒരു ഏജൻസിയെ കോട്ട് ചെയ്ത് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു ഫിയർഫുൾ സൈക്കോസിസ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ കണ്ടതല്ലേ? എന്താണ് സംഭവിച്ചത് അഹമ്മദാബാദിൽ? എന്താണ് സംഭവിച്ചത്? ഒരു റയറ്റ് ഉണ്ടാകുമ്പോൾ ഒരു മോബിന്റെ റയറ്റും ലിഞ്ചിങ്ങും എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്? റൈറ്റ് അല്ലെങ്കിൽ ഒരു ഫിയർഫുൾ സിറ്റുവേഷൻ ഇല്ല ഡോക്ടർ. ഒറ്റ കാര്യം, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരുതരം കൾച്ചറൽ ഏലിയനേഷനോടൊപ്പം സ്പേഷ്യൽ ഏലിയനേഷൻ സംഭവിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ആശങ്ക. അത് സ്വാഭാവികവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. അത് അസ്വാഭാവികമല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടേ എടുക്കാൻ നിലവിൽ സാഹചര്യത്തിൽ കഴിയൂ. നെഹ്റുവിൻ്റെ സയന്റിഫിക് ടെമ്പർമെന്റ്, അന്ന് കാലത്തും സയന്റിഫിക് ടെമ്പർമെന്റ് ഇല്ല, പക്ഷേ നെഹ്റുവിന് അന്ന് ഡാമുകളെ നോക്കി വികസനത്തിന്റെ ക്ഷേത്രങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെക്കോ രാഹുൽ ഗാന്ധിക്കോ ഡാമുകളെ നോക്കി ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ വികസന ക്ഷേത്രങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അപ്പുറത്ത് മൂർത്തമായൊരു ക്ഷേത്രത്തെ നോക്കിയാണ് ഇത് ഇന്ത്യയുടെ വികസനമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന മനുഷ്യരോട് നെഹ്റു ആകാൻ പറയൂ, നെഹ്റുവിൻ്റെ വാക്കുകൾ പിന്തുടരാൻ പറയുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. Meet the editors.